ഭാഗ്യത്തിന് ഞാൻ വിളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പോൾ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. സത്യം പറയാമല്ലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അനുമോളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് കേട്ടോ. പ്രതീക്ഷിക്കാതെ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുള്ള ഒരു വിവാഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് അനുമോളുടേതാണ്. ഒരു ക്ലൂ പോലും തരാതെയാണ് അനുമോൾ ആ കല്യാണം ഓർഗനൈസ് ചെയ്തത്. വേറെ ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ ആഘോഷപൂർവ്വം എല്ലാവരെയും അറിയിച്ചാണ് നടത്താറുള്ളത്. ഇവിടെ അനുമോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തയായിരിക്കുകയാണ്. ഗുരുവായൂരിൽ വെച്ചുള്ള ഫോട്ടോസ് കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഫോട്ടോഷൂട്ട് വല്ലതും ആയിരിക്കുമെന്നാണ്. പിന്നെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഒരു ക്ലൂ പോലും നമുക്ക് ആർക്കും കിട്ടിയിരുന്നില്ലല്ലോ. എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് അനു നല്ല ഹാപ്പിയാണ്. പക്ഷേ ഒരാൾ സന്തോഷിക്കുന്നത് ചില ആളുകൾക്ക് പിടിക്കില്ലല്ലോ. അതൊക്കെ കൊണ്ട് തന്നെയാണ് അനു കല്യാണം ആരെയും അറിയിക്കാതെ വെച്ചത്. അനു ഇത്രയധികം സന്തോഷിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത കുറേ ആളുകൾ വന്ന് അനുവിൻ്റെ വീഡിയോയ്ക്കടിയിൽ കുറേ നെഗറ്റീവ് കമൻ്റ് ഇടുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തു. അനു കല്യാണം കഴിഞ്ഞ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കാണിക്കുന്ന സന്തോഷവും അമ്മായിയമ്മയെ സ്നേഹിക്കുന്നതുമൊക്കെ കാണുമ്പോൾ നെഗറ്റീവ് ഒളികൾക്ക് ഒട്ടും സഹിക്കുന്നില്ല. അവർ ചോദിക്കുന്നത്, അനു മാത്രമാണോ ഈ ലോകത്ത് കല്യാണം കഴിച്ചത്? അമ്മായിയമ്മയെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാ പറയുന്നത്? ഓവർ ക്യൂട്ട്നെസ് വാരി എറിയുകയാണ് എന്നൊക്കെയാണ് നെഗറ്റീവ് ഒളികൾ പറയുന്നത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതിൽ ഇത്തിരി കൂടുതൽ സന്തോഷിച്ചാൽ എന്താണ് കുഴപ്പം? ഇത്രയധികം നെഗറ്റീവുകൾ വരുന്നത് കണ്ട് അനു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് വായിക്കാം. എൻ്റെ ഈ വ്ലോഗിന് താഴെ വന്ന ചില കമൻറ്റുകൾ കണ്ടു. അതിനെക്കുറിച്ച് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇത്രയും നാൾ എൻ്റെ വ്ലോഗുകളിൽ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്ന രീതിയും എനർജിയും നിങ്ങൾക്ക് പരിചിതമായിരുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തി കൂടി വന്നിരിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ സന്തോഷവും ആവേശവും എൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും കാണും. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയമാണ് ഇത്. സന്തോഷം കുറച്ച് കൂടുതലായിരിക്കാം, സംസാരവും കുറച്ച് കൂടുതലായിരിക്കാം. അതിനെ ഓവർ എന്ന് കാണാതെ ആ നിമിഷത്തിൻ്റെ സന്തോഷമായി കാണാൻ ശ്രമിക്കണം. എൻ്റെ ഭർത്താവ് മലയാളിയല്ല, തമിഴ്നാട്ടുകാരനാണ്. പുതിയൊരു ഭാഷയും പുതിയൊരു പ്രേക്ഷക സമൂഹവും നേരിടുമ്പോൾ ആർക്കും കുറച്ച് ഷൈ ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് മിണ്ടാതെയോ സംയമനത്തോടെയോ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാത്രമാണ്, മറ്റൊന്നുമല്ല. ഞാൻ ഇന്നും പഴയ അനുമോൾ തന്നെയാണ്. ഓവറാക്കാനോ ആരെയും കാണിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ജീവിതത്തിലെ ഒരു സന്തോഷകരമായ ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്നതിലുപരി മറ്റൊന്നുമില്ല. സ്നേഹത്തോടെ കൂടെ ഉണ്ടാകും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എന്നാണ് അനുമോളുടെ ആ ബ്ലോഗിൻ്റെ അടിയിൽ ഇട്ടിരിക്കുന്ന കമൻറ്റ്. പോസ്റ്റിൽ കൂടി ഇത്രയും കാര്യങ്ങളാണ് അനു പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കുറ്റം അനു ഓവർ ആണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കുറ്റം അനുവിൻ്റെ ഹസ്ബൻഡ് ഒന്നും മിണ്ടുന്നില്ല എന്നതാണ്. പറയുന്നവർ ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഒരു തമിഴനാണ്, മലയാളം സംസാരിക്കാൻ അറിയില്ല. അങ്ങനെയുള്ള ആ പുള്ളിക്കാരനോട് പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഒന്ന് മനസ്സിലാക്കണം. എത്ര ബോൾഡായ ആളാണെങ്കിലും ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ടാകും, നമ്മുടെ മൂഡ് പോകും, ഇനി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വരെ തോന്നും. പിന്നെ അനു ഓവർ ക്യൂട്ട്നെസ് വാരി വിതറുക എന്നാണല്ലോ മറ്റൊരു കമൻറ്റ്.
അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കല്യാണം കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ വന്നു, പെണ്ണ് ചെക്കന് വീട്ടിൽ വരുമ്പോൾ പാലും പഴവും കൊന്നു. പായസം ആരമ്മ കുക്ക് ചെയ്തേ? കൊള്ളാം. ഇനി ഉണ്ടോ അമ്മ? വേണ്ട, ഞാൻ കഴിച്ചോളാം. നല്ല പായസം. ആ മതി, ഇനി ഞാൻ കഴിക്കാം. ഷുഗർ കട്ടാണ് നമ്മൾ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ജൂണിലാണ് ഇവിടെ വരുന്നത് നമ്മൾ. ജൂണിൽ വന്നു. അപ്പം അന്ന് മുതൽ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വരാറൊക്കെ ഇല്ല. അതുകൊണ്ട് എനിക്കിത് വലിയ പുത്തിരിയൊന്നുമില്ല. മീൻസ് വലിയ പുതുമയുള്ള കാര്യമല്ല. എനിക്ക് ഇവിടുത്തെ മുക്കും മൂലം എനിക്ക് നന്നായിട്ട് എല്ലാം എനിക്ക് നന്നായിട്ട്. ഞാൻ ഇവിടെ കുക്കിയൊക്കെ ചെയ്യും. പുള്ളിക്കാരന് ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഞാനല്ലേ പുള്ളിക്ക് ഗ്യാസ് ഉണ്ടായിരുന്നു, അതുവരെ ഞാൻ ഇങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്യാസ് മീൻ മറ്റേ ഇത് ഏമ്പക്കം, അത് പുള്ളി അവിടുത്തെ കുക്ക് ചെയ്യുമ്പോൾ. ഈ ഒരു പോർഷനാണ് ആളുകൾ കൂടുതലും നെഗറ്റീവ് പറഞ്ഞത്. ഇതിലെന്താണ് ഇത്ര നെഗറ്റീവ് എന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ കണ്ടിട്ടുള്ള അനു ഇങ്ങനെ തന്നെയല്ലേ? പിന്നെ ആ കല്യാണം കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷവും ചമ്മലും ഒക്കെ ഉള്ളൂ. ഇതിലൊക്കെ എന്ത് നെഗറ്റീവാണുള്ളത്? എല്ലാത്തിലും നെഗറ്റീവ് കണ്ടുപിടിക്കാനിരിക്കുന്നവർക്ക് കാണുന്നതെല്ലാം നെഗറ്റീവേ പറയൂ. അതുപോലെ അമ്മായിയമ്മ പായസം കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞതായിരുന്നു അടുത്ത കുറ്റം. ഒരാൾ നല്ല ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്താൽ അത് നല്ലതാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? നല്ല ഫുഡ് എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിക്കൊടുത്ത ആളിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ. എനിക്കത് ഇഷ്ടവുമാണ്. നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടമല്ലേ? അത് കേൾക്കുമ്പോൾ ആരായാലും ഹാപ്പിയാകും. അത് പറഞ്ഞതിനും നെഗറ്റീവ് കമൻറ്റ്. അതുപോലെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെക്കുറിച്ച് ഈ വ്ലോഗിനകത്ത് അനു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്കൊന്ന് കാണാം. രാവിലെ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറയട്ടെ ബുവ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് കുറച്ച് മുമ്പ് അറിഞ്ഞില്ല അല്ലേ? അല്ല, ഇന്ന് രാവിലെ എൻ്റെ ചേച്ചി എനിക്കൊരു അതുണ്ട്. എന്നിട്ട് ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഡിലീറ്റ് ചെയ്താ? ഡിലീറ്റ് ചെയ്താ? അവൻ ഡിലീറ്റ് ചെയ്താ? അല്ല, സ്ക്രീൻഷോട്ട് ഉണ്ട് എൻ്റെ. ഒരാള് എൻ്റെയും പൂവൻ്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും, അതിന് താഴെ ഞങ്ങളെപ്പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എൻ്റെയും വേറൊരാളുടെ പിക്ക്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും പൂവൻ്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തികളാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ, സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ, നിങ്ങൾ ഈ അസൂയയും കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനൊരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമൻ്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനവും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമൻസുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാന്തോ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കളി, അങ്ങനെയുള്ള കുറേ കമൻസുകൾ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ? സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്. ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്കും പോകാണ്ട്, ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ. അതുകൊണ്ട് എൻ്റെ പേജിൽ നിന്നല്ല, ഞാൻ്റെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്. ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതോ ചൊറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുക അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പ് ഉണ്ടാവും. അത് തന്നെയാണ് ഞാൻ വിളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നല്ലത് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പോൾ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ
കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. സത്യം പറയാമല്ലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കും, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം, സമാധാനം, അതാണ് ഞങ്ങളുടെ. എന്തൊരു മോശമാണ് ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത്. ഇതിലൂടെ ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ഈ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അനു കേൾക്കുവാണ്, ഇത് എത്ര കാലം പോകും, ഇനി എന്നാണ് ഡിവോഴ്സ് ആകാൻ പോകുന്നത്, തമിഴിനല്ലേ നിന്നെ പറ്റിച്ചോളും എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ എത്രയെന്ന് വെച്ചാണ് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നത്? അനുവിന് ഒരുപക്ഷെ ഇത് ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി സൈബർ അറ്റാക്കിൻ്റെ അങ്ങേ അറ്റം വരെ പോയിട്ടുള്ള ആളാണ്. പക്ഷേ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. എന്തോ മനോവൈകല്യമുള്ളവരായിരിക്കും ഇങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത്, അല്ലാതെ എന്തു പറയാനാ? അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് പിന്നെ കാണാം.